ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ദേ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. രാവിലെ ദേ കാപ്പൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറിൻ്റെ പരിപാടി നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ രാവിലെ തന്നെ ദേ കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദേ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ പാത്രം എല്ലാം കഴുകാനുള്ളത് എടുത്ത് വെച്ചു. പിന്നെ ദേ അരി കഴുകിയിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു സന്തോഷ ദിവസമാണ്. കാരണം എന്നാന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വീട്ടിൽ പോവുകയാണ് കേട്ടോ. വീട്ടിൽ പോകുന്ന ദിവസമെല്ലാം രാവിലെ തന്നെ നമ്മൾ പരിപാടികളെല്ലാം തീർത്ത് സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മഴക്കാറാണ് കേട്ടോ. മഴ പെയ്യുമെന്നുള്ള പോലെയാണ്. അപ്പോൾ ഞാൻ അരി കഴുകുന്നുണ്ടേ. ഇത് കഴുകി കഴിഞ്ഞിട്ട് കുറച്ച് പാത്രം കൂടെ കഴുകാനുണ്ടായിരുന്നു. ആ പാത്രം കൂടെ പെട്ടെന്നൊന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം എല്ലായിടും ഒന്ന് തൂത്തൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഗ്യാസ് അടുപ്പുണ്ടല്ലോ, ഗ്യാസ് അടുപ്പിൻ്റെ സൈഡിലൊക്കെ നിറച്ച് തുരുമ്പായിരുന്നു കേട്ടോ. ഞാനത് കഴിഞ്ഞ ദിവസം കമ്പിയുടെ നമ്മുടെ സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഉരച്ച് കഴുകി കഴിഞ്ഞപ്പോഴത്തേനും നല്ല വൃത്തിയായിട്ടോന്നേ. അപ്പം അതൊക്കെ തൂത്ത് വൃത്തിയാക്കി സെറ്റാക്കിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കണ്ടോ ചാമ്പങ്ങ വീണ് കിടക്കുന്നത് കണ്ടോ. എന്താരെയാണ് നോക്കിയിട്ട് കുറേ വീണ് കിടപ്പുണ്ട്. റോട്ടിൽ കൂടെ പോകുന്നവരൊക്കെ നോക്കും കേട്ടോ, ചാമ്പങ്ങ ഇതന്നെ ഇങ്ങനെ കിടക്കണേന്നൊക്കെ. കാരണം ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ വട്ടം ഉണ്ടായതാണേ അത്രയും ചാമ്പങ്ങയെ. പക്ഷെ ആർക്കും വേണ്ട കേട്ടോ. ഇപ്പോൾ വേനലായിട്ട് കൂടി 2 ദിവസം വേനലായപ്പോൾ ചാമ്പങ്ങയ്ക്ക് ഇച്ചിരി മധുരമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും വേണ്ട, ഞാനങ്ങനെ കഴിക്കാറില്ല കേട്ടോ. ചേട്ടായി ഒന്നും കഴിക്കത്തേയില്ല, കൊച്ചും അത്രയും കൂടെ കഴിക്കത്തില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് ചോട്ടിൽ നിന്നൊക്കെ കുറേശ്ശെയൊക്കെ കൈ കൊണ്ട് എത്തിക്കുന്ന നിലത്ത് വീഴുന്നൊന്നും കഴിക്കത്തില്ല. അല്ലാത്തതൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ ഒരു മൂഡ് തോന്നിയാൽ ഞാൻ ചില സമയത്തെങ്ങാനും തിന്നാലേ തിന്നുള്ളൂ കേട്ടോ. അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞു. അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്തു കേട്ടോ. നല്ല അത്യാവശ്യം നല്ല തുളുമഴ പോലെ വലിയ മഴ പെയ്തു കേട്ടോ. ഈ മഴയത്ത് വേണോ പോകാൻ അറിയത്തില്ല. പോകുമ്പോഴത്തേനും ഒക്കെ മഴ കുറയുമായിരിക്കും. അപ്പോൾ കുളിക്കാനായിട്ട് തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇച്ചിരി തുണി അലക്കാനുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് അലക്കിയിട്ടു. പിന്നെ അവളെ ആദ്യം കുളിപ്പിച്ച് ഒരുക്കി കേട്ടോ. അവൾക്ക് ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തപ്പോൾ അവൾ അച്ഛൻ്റെ അമ്മയുടെ മുറി വന്നിട്ട് അലമാരി നോക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഗായ്സ് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഫൗണ്ടേഷൻ്റെ ഒരു ലേശം ഞാൻ തൂത്തു കേട്ടോ. ലേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ലാത്ത രീതിയിലൊരു തൂക്കലായിരുന്നു കേട്ടോ അത്. നമ്മുടെ ഫേസ് കാനഡയുടെ മറ്റേ 3-in-1 ഫൗണ്ടേഷനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മൾ ഐലൈനറാണ്. ഇത് പണ്ട് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നോക്കി എഴുതിയിട്ട് എനിക്ക് പറ്റണില്ല. എന്നെ അടി പറയുന്നേ, തന്നെ നിന്ന് സംസാരിക്കുക. മരത്തിൽ മഴ പെയ്യുന്ന കണ്ടോ എന്നൊക്കെ. എന്നടി പറയുന്നേ ഒറ്റയ്ക്ക് നിന്നാ? എന്നതാ ഒറ്റയ്ക്ക് എന്ന് പറയുന്നത്? ഒറ്റയ്ക്ക് എന്ന് പറയരുതെന്ന് പറഞ്ഞിട്ടില്ല കുഞ്ഞിനവിടെ. കണ്ണാടി എടുത്തോണ്ട് വന്ന് ഗൈസ്, കണ്ണാടി എടുത്തോണ്ട് വരാതെ കാണത്തില്ല. നല്ല മഴയുണ്ട് കേട്ടോ. മഴയുള്ളത് കൊണ്ട് എങ്ങനെയാണെന്നറിയത്തില്ല ഇറങ്ങുന്നത്. ഇച്ചിരി തോർന്ന് നിൽക്കുക. എഴുതിയപ്പോൾ ഇച്ചിരി കട്ടി കൂടിപ്പോയി ഗൈസ്. സാരമില്ല. പക്ഷെ കട്ടി കൂടിപ്പോയ ഒരു കുഴപ്പമുണ്ട്. എന്നാണെന്നറിയാമോ? ഉണങ്ങുന്നതിനിപ്പുറം കണ്ണ് മണ്ടയിലോട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. അതായത് പൊക്കത്ത് പറ്റും. പിന്നെ ഓൾറെഡി എൻ്റെ കണ്ണ് കറുത്തിരിക്കുന്നത് കൊണ്ട് അടിപൊളിയായിരിക്കും. അല്ലാതെ നോക്കുമ്പോൾ വേറൊരു ക്യാമറ. അപ്പോൾ ഗായ്സ് അത്രയേ ഉള്ളൂ. നമ്മുടെ മേക്കപ്പ് ചീപ്പും കൂടെ എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ ചീപ്പും കൂടെ എടുത്തുകൊണ്ട് വന്നു. കുഞ്ഞാ ജസ്റ്റ് ഒന്ന് മുടി ഇങ്ങനെയൊന്ന് ഇതാക്കുന്നുണ്ട്. 12 ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 11:45. കമ്മലിട്ടില്ല അല്ലേ? കമ്മലിട്ടെ. കമ്മൽ കടന്നിരുന്ന ഗോൾഡിൻ്റെ സ്റ്റഡാണ്, അത് ഞാൻ മാറ്റിയേ.
ഇപ്പോൾ ഈ കമ്മലിട്ടപ്പോൾ സുന്ദരിയായില്ലേ? പറ സുന്ദരിയായോ? പിന്നെ നമ്മുടെ മെയിനായിട്ട് സിന്ദൂരം. കുളി കഴിഞ്ഞ് വരുന്നതേ അത് തൊടുന്നതാണ് കേട്ടോ. ഞാൻ ഇന്ന് പോകാൻ ഒരുങ്ങുന്നുള്ളതുകൊണ്ട് ഇച്ചിരി കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കണ്ണിൻ്റെ പൊക്കത്ത് പറ്റുമെന്ന്. ഉണങ്ങുന്നതിനിപ്പുറം പറ്റിക്കഴിഞ്ഞ്. ഇതാണ് എനിക്കിഷ്ടമില്ലാത്ത കേസ്. പിന്നെ ഉണ്ടല്ലോ ഗായ്സ്, നമുക്കൊരബദ്ധം പറ്റിയേ. അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ബാഗ് മേടിച്ചായിരുന്നു. ആ ബാഗ് പൊളിഞ്ഞു പോകാൻ തുടങ്ങി ഗായ്സ്. എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ അങ്ങനത്തെ ബാഗുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നതല്ല ഇപ്പം. അത് കൊണ്ടുപോകാതെ നിവൃത്തിയില്ല. എൻ്റെ മറ്റേ 2 സൈഡ് ബാഗ് ചേട്ടായി കരസ്ഥമാക്കി. അതുകൊണ്ട് എനിക്കിനിയിപ്പം ആ ബാഗുള്ള കൊണ്ടുപോകാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എന്തോ ഒരു പോരായ്മ തോന്നുന്നില്ലേ? ആ പോരായ്മ വേറൊന്നുമല്ല, നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. ആൾക്കാർ എടുക്കും പല്ലയിലൊക്കെ ലിപ്സ്റ്റിക്ക് കിട്ടും. പല്ലയിലോട്ടായിപ്പോയി. ഇതെല്ലാം മീഷോ പ്രോഡക്റ്റ്സ് ആട്ടോ. അയ്യോ എൻ്റെ ക്ലിപ്പ് കണ്ടില്ല. കുഞ്ഞാപ്പി അമ്മയുടെ ക്ലിപ്പ് എടുത്തോണ്ടോ നീ ചെല്ല്. അപ്പം ഇതൊക്കെ നമ്മൾ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ച പെർഫ്യൂമാണ് കേട്ടോ. എനിക്ക് ഈ ടോപ്പ് ഇച്ചിരി ലൂസാണ് കേട്ടോ. ഇവള് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഉള്ള കണ്ടോ, എൻ്റെ കുഞ്ഞ് കണ്ടോ കറക്റ്റ് ക്ലിപ്പ് എടുത്തുകൊണ്ട് വന്നത് കണ്ടോ. അവൾക്കറിയാം എൻ്റെ ക്ലിപ്പ് എവിടെയാണെന്നും എങ്ങനെയാണെന്നും. അത് ജസ്റ്റ് നമ്മൾ അയ്യോ ഇപ്പം മുടിയൊന്നും ഇരിക്കത്തില്ല കേട്ടോ. കാരണം മുടി അധികം ഇല്ലാത്തതുകൊണ്ട് ക്ലിപ്പേലൊന്നും മുടി ഇരിക്കത്തില്ല. നേരത്തെ മുടി ഒത്തിരി ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഉണ്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ വീട്ടിൽ പോയിട്ട് വരാം കേട്ടോ. ജസ്റ്റ് ഇവിടുന്ന് ഇതിങ്ങനെ ചാടിച്ചിടും. അത് മൈ സ്റ്റൈൽ. അപ്പോൾ ഇത് ഗായ്സ് ഇച്ചിരി മഴയൊക്കെ കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ഇച്ചിരി മൂടലൊക്കെ മാറി വേട്ടമൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണേ. വീട്ടിൽ ചെല്ലുമ്പോൾ വിശേഷങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ കാണിക്കാവേ. അപ്പോൾ ഇത് ഗായ്സ് ഞങ്ങൾ ഇറങ്ങി പോവാണ് കേട്ടോ. വീട്ടിലോട്ട് പോവാണ്. നടക്കുവാണ് കേട്ടോ ബസ് സ്റ്റോപ്പിലോട്ട്. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലൊക്കെ വന്നു. കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ ബസ് വന്നായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ബൈക്കിലെത്തിയപ്പോഴത്തേനും അമ്മ ബീഫ് മേടിക്കാനായിരുന്നു പറഞ്ഞു. പക്ഷേ ബീഫ് കിട്ടിയില്ല കേട്ടോ. പിന്നെ മീനൊക്കെ വാങ്ങി. മീനിനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. 1 കിലോയ്ക്ക് ഏതാണ്ട് 360 രൂപയാണ്. ചെമ്പല്ലി എന്ന് പറഞ്ഞൊരു മീനാണ് കേട്ടോ മേടിച്ചത്. പിന്നെ മീനൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണേ. അപ്പോൾ ബസ് അവിടെ നിർത്തിയിട്ടേക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഓരോരോ ആൾക്കാർ കയറുന്നുണ്ട്. അവൾക്ക് ഞാനൊരു വെള്ളമൊക്കെ മേടിച്ച് കൊടുത്തു കേട്ടോ. കൊച്ച് അവിടെ നിന്ന് ഇവിടം വരെ നടന്നായിരുന്നു. അപ്പോഴത്തേനും ഞാൻ അവൾക്ക് ക്ഷീണമായപ്പോഴത്തേനും ഞാൻ വെള്ളമൊക്കെ മേടിച്ച് കൊടുത്തു. പിന്നെ ഞങ്ങൾ പോവുകയാണേ. അവൾ ഒറ്റ സീറ്റിൽ ഒരുമിച്ചൊക്കെ ഇരുന്ന് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക്. അതെ ഗായ്സ് ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോന്നേ. വീട്ടിൽ വന്നപ്പോൾ തന്നെ റംബൂട്ടാൻ ഇരിപ്പുണ്ടായിരുന്നു. പെണ്ണ് അത് തീറ്റയാണ് കേട്ടോ. റംബൂട്ടാൻ തീറ്റയാണ്, റംബൂട്ടാൻ കുതിച്ചയാണേ. ഗായ്സ് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഉള്ള എൻ്റെ വേഷമാണ്. എൻ്റെ നൈറ്റി ഞാൻ എടുത്തിട്ടു. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന നൈറ്റിയാണേ, അതെടുത്തിട്ടു. അപ്പം നമ്മുടെ ബനിയനില്ല നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കുകയാണ് ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ റെസ്റ്റാണ്. ഫുൾ റെസ്റ്റ് ആൻഡ് തീറ്റ. കുറേ നേരം അലഞ്ഞു കേട്ടോ. എനിക്ക് ഇറച്ചി മേടിക്കാൻ വേണ്ടി കയറിയിട്ട് ഇറച്ചി കിട്ടിയില്ല. പിന്നെ അവസാനം ഞങ്ങൾ മീൻ മേടിച്ച് തൃപ്തിപ്പെട്ട് നടന്ന് വലഞ്ഞ് ഞങ്ങൾ ഇവിടം വരെ എത്തി. ബസ്സിനാണ് കേട്ടോ വന്നത്, ഓട്ടോയ്ക്കാണേ വന്നത്.
ഇപ്പോൾ കണ്ടോ നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഒരു പ്രത്യേകതയാണ് കണ്ടോ, ഇട്ടിട്ട് കണ്ടോ വേർത്തിട്ട് നമ്മുടെ ആ ഫൗണ്ടേഷൻ മുഖത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങണം കേട്ടോ, നല്ല സാധനമാണ്. അപ്പോൾ നമ്മൾ ആ ഇട്ട ആ ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും ഉണ്ട് മുഖത്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഫോൺ വെച്ച് ഞാൻ ചാർജ് ചെയ്യട്ടെ. അമ്മ പണിയുന്ന വീട്ടിൽ നിന്ന് കൊടുത്തതാണ് ഒരു ആൽമണ്ടിൻ്റെ ഒരു പാക്കറ്റ്. ഏകദേശം ഒരു 1.5 കിലോയോളം ഉണ്ട് കേട്ടോ. 1.5 കിലോയുടെ ഒരു പാക്കറ്റാണ്. പിന്നെ ദേ ഗായ്സ്, അമ്മ പണി കഴിഞ്ഞ് വന്നപ്പോൾ ചക്ക കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അത് വറക്കാനും വേവിക്കാനൊക്കെ പോവുകയാണേ. പുറത്ത് നല്ല മഴ നടന്നുകൊണ്ടിരിക്കുവാണ്. നല്ല പെരും മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ചക്കയൊക്കെ ഒരുക്കി ഞാൻ തേച്ചിട്ട് നേരം റെസ്റ്റ് എടുക്കുകയാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ റെസ്റ്റാണ്. അപ്പോൾ ദേ വറക്കാനുള്ളതും കൂടെ എടുത്തിട്ടുണ്ട്. ദേ ചക്കയൊക്കെ പോയി വറുക്കട്ടെ കേട്ടോ. ഒരു ചക്കയൊക്കെ വറുത്തിട്ടുണ്ട്.